شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇർസത്തോ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ ഏകനായ അല്ലാഹുവിനെ നിയമനിർദ്ദേശനത്തോ എല്ലാത്തിനെയും പാലനാക്കിയിട്ട് യഥാർത്ഥ മോമിനായിട്ട് യഥാർത്ഥ മുത്തക്കിയായിട്ട് ജീവിക്കൂ. പ്രതി ഒരാളും അങ്ങളെ ശക്തി മീറിത്ത് പരിശ്രമിക്കണോ ചെന്നിട്ട് ഒന്നാമതായിട്ട് വസിയത്താക്കുക. അല്ലാഹു അത്രയും നല്ല മുത്തക്കിമാരൊട്ടും മോമിനീങ്ങളൊട്ടും ഞങ്ങളെല്ലാവരെയും സേർപാടിത്ത് അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രവേശനത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ മുന്നാലോ ഉള്ളത് ഞങ്ങൾ പ്രവേശിച്ചിട്ടുള്ളത് ഏറ്റവും പോലീശാക്കപ്പെട്ട തിങ്കളായിട്ടുള്ള റമദാനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാൾ
മിമ്പറിൽ പറ്റിയപ്പോൾ 3 വട്ടം ആമീൻ ചൊല്ലിച്ചു. അതിലൊരു ആമീനായിട്ട് ഒരാൾക്ക് റമദാൻ തിങ്കൾ എത്തിയിട്ടും അവൻ്റെ ദോഷം മാഫായില്ല. അവൻ്റെ ദോഷ മാഫാവരെ പോലത്തെ പ്രവർത്തനം എന്തോ ആ തിങ്കളിലാക്കിയില്ല. അതിനർത്ഥം അങ്ങനെ ഇറ്റിക്കും എന്തെങ്കിലും അവನು ജിബ്രീൽ ദുആയിട്ടിരിക്കുന്നത് ಅವನು ಅಲ್ಲಾಹುವೇ ರಹಮത്തിൽ നിന്ന് ദൂരാവട്ടു ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആമീൻ. ഈ റമദാൻ തിങ്കൾ ഞങ്ങളെ മുട്ട പ്രവേശിച്ചിട്ട് ഞങ്ങൾ അതിൽ പ്രവേശിച്ചില്ല. ഞങ്ങൾ ഈ തിങ്കളുടെ തീരുടെ മുന്നാളും ഞങ്ങളെ ദോഷെല്ലാം മാഫായിട്ട് പാപമുക്തനായിട്ട് ഈ തിങ്കൾക്ക് വിദായിച്ചത് ഞങ്ങളെ കൊണ്ടൊത്തു ആക്കുക അവരെ കഡ്ഡായമായി നോമ്പും അതിലൊട്ടു ഖുർആന്റെ തിങ്കളായിട്ടുള്ള റമദാൻ തിങ്കളിൽ ഖുർആൻ എത്രയേറെ പാരായണാക്കും. ഞങ്ങളെ കൊണ്ടൊത്ത് സാധ്യ അവരെത്ര മാക്സിമം പഠിക്കുറോ ഖുർആന്റെ മജ്ലിസ് ചെല്ലത് അള്ളാഹുവിന്റെ റഹ്മത്തിലെ മജ്ലിസ് ആയിട്ട് പള്ളിയിൽ ചേരിട്ട് ഖുർആൻ ഓതിയെങ്കിൽ പിന്നെയും യാറെ പ്രതിഫലമായിട്ട് അത് കഴിഞ്ഞ് റമദാൻ തിങ്കളുടെ പരിപൂർണമായിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയെങ്കിൽ അള്ളാഹു അതിലെ കബൂലാക്കുക വേണമെങ്കിൽ റമദാൻ്റെ പിന്നെയും ഞങ്ങൾ അള്ളാഹുവിനോട് ദ്വാരനോടിക്കും. റമദാൻ്റെ ആക്കി നിസ്കരിച്ച നിസ്കാരത്തെ പിടിച്ച നോമ്പിലെയും സദഖാത്തിലെയും ഖിയാമ് അതായത് തറാവിയിലെയും എല്ലാം സ്വീകരിക്കണേ അള്ളാഹുവിനോട് കബൂലിയത്ത് വേണമെങ്കിൽ ദ്വാരനോടിക്കും. എൻ്റെ സദഖ അതേപോലെ സക്കാത്തിലെ വിഷയം ഞങ്ങൾക്ക് പഠിക്കാം. സമ്പത്ത് ചെല്ലത് അള്ളാഹു തന്ന നിയമത്ത്. അള്ളാഹു അവനു ഉദ്ദേശിക്കണമെങ്കിൽ കണക്കില്ലാത്തത്ര കൊടുക്കണം. ദൈവികമായ അനുഗ്രഹമായിട്ടുള്ള സമ്പത്തും അവൻ്റെ നിയമത്തിന് വിധേയമായിട്ട് നാം സമ്പാദനാക്കേണ്ടത്. അള്ളാഹു വെച്ച നിയമത്തിന് വിരുദ്ധമായിട്ട് ഹറാമായ മാർഗത്തിൽ നാം ഒരിക്കലും സമ്പത്ത് സമ്പാദനാക്കുക തീരണം. അതേപോലെ അതിലെ ഹറാമായ മാർഗത്തിൽ ഖർച്ചാക്കുകയും തീരണം. അള്ളാഹുനെ തൃപ്തി കിട്ടണോ എന്ന ഉദ്ദേശത്തിലേക്കണോ സമ്പാദനാക്കേണ്ടതും അതിനെ ഖർച്ചാക്കേണ്ടതും. അള്ളാഹു ചൊല്ലുന്ന ഖുർആനിൽ സൂറത്ത് ബഖറിൽ 274 ആയത്ത് അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതായത് അങ്ങനെ സമ്പത്തിന് ചെലവാക്കണം എപ്പ ജാവും പോലും എങ്ങനല്ല രഹസ്യമായിട്ടും ബഹിരംഗമായിട്ടും. അപ്പൊ ഇതിൽ 3 വിഷയം അല്ലാഹു ചെന്ന അല്ലദീന യുൻഫിഖൂന അംവാലഹും അങ്ങനെ സമ്പത്തിനങ്ങ് ചെലവാക്കാറ് ബില്ലൈൽ ജാവുടെ ടൈം വന്നഹാർ പോൽമാനത്തെ ടൈം സിർറൻ ബഹിരംഗമായിട്ടും വഅലാനിയ സിറായിട്ടും രഹസ്യമായിട്ടും വഅലാനിയ ബഹിരംഗമായിട്ടും ചെലവാക്കറങ്ങ അങ്കെന്തിലുണ്ടു ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം അങ്ങനെ റബ്ബുടെ മുട്ടക്ക് പ്രതിഫലം. അങ്ങ് ചെലവാക്കിയത് സക്കാത്തായിട്ട് ചെലവാക്കട്ട്, സദഖായിട്ട് ചെലവാക്കട്ട്, ബഹിരംഗമാക്കട്ട്, സീക്രട്ട് ആക്കട്ട്, രഹസ്യമാക്കട്ട്, ജാവ് കൊടുക്കട്ട്, പോൾമാന കൊടുക്കട്ട്. എങ്ങനെ അള്ളാഹു തൃപ്തിയെ ഉദ്ദേശിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം കൊടുക്കണം. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങ് അതിൽ വിഷയത്തിൽ പേടിക്കണ്ട, ബേജാറാണ്. എന്റെ സമ്പത്ത് കൊരടയിൽ പോകുകൊണ്ട് പേടിക്കണ്ട, എന്റെ സമ്പത്ത് തീർന്നു പോകുകൊണ്ട് പേടിക്കണ്ട. നീ കൊടുത്തൊരു ആറ് മാർഗത്തിൽ റബ്ബുടെ മാർഗത്തിൽ അവന് തന്നതിനെ കൊടുത്തോ. അത് പാവപ്പെട്ടെങ്കിൽ സക്കാത്ത് ചെന്ന പാവപ്പെട്ടെങ്കിൽ കൊടുക്കുള്ള ഹക്കായിട്ടിക്കല്. അതുകൊണ്ട് ആ വിഷയം ഞങ്ങൾ മനസ്സിലാക്കും. സദക്ക ഞങ്ങൾ കൊടുക്കുന്ന മുഖാന്തര ഞങ്ങളെ പാപ്പത്തോ മായ്ച്ചു വിട്ടു, ഞങ്ങളെ പാപ്പത്തത് മായ്ച്ചു വിട്ടു, ക്ഷമിക്കപ്പെട്ടു.
യുദാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. നിങ്ങൾക്കാരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കട കൊടുത്തെങ്കിൽ, നല്ല കട അള്ളാഹു കടാണ്ട് ചെന്നു, ഞങ്ങൾ ഇപ്പോൾ ഒരാൾ കട കൊടുത്ത എന്തിനു കിട്ടണം, എനിക്ക് അതിന്റെ ടൈം ആവുമ്പോൾ കിട്ടണ്ടോ അല്ലേ? കിട്ടണം കഴിക്കണം കൊടുക്കണം. ഒരു അവധി വെച്ചിട്ട് ഒരു തിങ്കള 2 തിങ്കള 1 വർഷം അവധി വെച്ച് കൊടുക്കണം. അപ്പൊ അതായത് കട ഞങ്ങൾ അള്ളാഹു കട കൊടുക്കുറോട് അള്ളാഹു തന്നെ സ്വത്തായിരിക്കുക. എന്നിട്ട് അള്ളാഹു ഞങ്ങൾക്ക് യൂസാക്കി എന്തിനാ പാട് കട കൊടുക്കുറോണ്ടായിരിക്കും. എങ്ങനത്തെ കട? ഹസന, നല്ല കട. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവാക്കിയെങ്കിലേ നിങ്ങൾക്ക് അത് അള്ളാഹു ഡബിൾ ആക്കി തന്നെ ദുപ്പട്ടു പ്രതിഫലച്ചനല്ലേ കണ്ണെടുത്ത് ദുപ്പ ഡബിൾ. ഒന്ന് കൊന്നല്ല, ഒന്ന് ഡബിൾ തണ്ട. വയഗ്ഫിർ ലക്കും, നിങ്ങളെ ദോഷത്തെ മാഫാക്കണം. അപ്പൊ ഞങ്ങളെ സമ്പത്തിലോ അള്ളാഹു തന്ന സമ്പത്തിലോ ഞങ്ങൾക്ക് സമ്പാദനാക്കുള്ള തൗഫീക്ക് തന്നിട്ട് അള്ളാഹു, സ്വത്ത് സമ്പത്ത് തന്നിട്ട് അള്ളാഹു, ഞങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കുള്ള ഈ ആരോഗ്യം ആക്കി തന്നിട്ട് അള്ളാഹു. ആ അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹുടെ മാർഗത്തിൽ ചെലവാക്കി നിങ്ങൾക്ക് അള്ളാഹു യാറാക്കണ ദോഷത്തെ മാഫാക്കണം. അതിനെക്കാട് വലിയ എന്തിനു വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഷക്കൂറായിട്ടിക്ര, കൃതജ്ഞത കാട്ടോടും, ഹലീമായിട്ടിക്ര, സഹനശീലനുമായിട്ടിക്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസിൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സൗനബ്ബിയുകും ബി അബ്വാബിൻ മിനൽ ഖൈർ, ഞാൻ എനിക്ക് നല്ല ഖൈറിന്റെ ഡോർങ്ങ അതിൽ തെരിപ്പാടി തട്ട ചെന്തട്ട, ഖൈറിന്റെ മാർഗങ്ങ അതിൽ ചെന്തട്ട. അതിൽ ഒന്ന് ചെന്ത നബി അസ്സദഖത്തു അസ്സൗമു ജുന്നത്തുൻ, ഞങ്ങൾ പിടിച്ച നോമ്പില്ലേ ഇത് ജുന്ന, ഖുറാനിയായിട്ട്. ഖുറാനി ചെന്നെങ്കിൽ എങ്ങനെ? ഖുറാനി ചെന്നെങ്കില് ഞങ്ങളോ നരകത്തെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഖുറാനി ചെന്നെങ്കില് പണ്ട് കാലത്തിലെല്ലാം നല്ല ഗുർത്തത്. പണ്ട് ഈ യുദ്ധലാക്കുമ്പോ ശത്രു അടിപോളാണ്ടിക്കോ ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ചോടുന്ന ഷേഡ് ചെന്നിട്ട് എന്താ ചെല്ലാതെ അത് ആയിട്ട് ഖുറാൻ ശത്രുവിന്റെ അടിയുടെ തടയുള്ളത്. ഈ നോമ്പ് ചെല്ലത് നരകത്തെ തീര തടയുള്ളത്. സദഖ ചെല്ലത് നിങ്ങളെ തപ്പുണ്ടല്ലേ ദോഷമുണ്ടല്ലേ അതിലോ പൊളിച്ചു പൊട്ടു. ഏതുപോലെ നിങ്ങ തീക്ക് തണ്ണി വീത്തെങ്കിൽ തണ്ണി അങ്ങനെ പൊളിഞ്ഞു പോകുന്നു. അതുപോലെ തിരുമതി റിപ്പോർട്ടാക്കി ഹദീസായിട്ട് അൽബാനി ഇതിലോ സഹീഹിന്റെ അഭിപ്രായപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഞങ്ങ ഈ ഹദീസിൽ ചെന്നതായ വിഷയത്തോ ആ സദക്ക രണ്ടാമത് ചെന്ന സദക്കര വിഷയ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സദക്ക അള്ളാഹു മുട്ട വലിയ പുണ്യകരമായ ഒരു ഇബാദത്തായിരിക്കുന്നത്. അള്ളാഹു ഞങ്ങളെ ദോഷത്തെ മായിച്ചു മുടക്കാരനാവരെ പോലത്തോ കൽകി മുടക്കാരനാവരെ പോലത്തോ പൊളിച്ചു മുടക്കാരനാവരെ പോലത്തെ സദക്കയിട്ടിക്കരു മോമിനിങ്ങളെ മാ നഖസത്ത് സദഖത്തുൻ മിൻ മാൽ, ഞങ്ങൾ സദക്ക കൊടുത്തെങ്കിൽ ഞങ്ങളെ സമ്പത്ത് പൊറോടിയാവല ചെന്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ആരെങ്കിലും ഞങ്ങൾ മനുഷ്യന്മാർക്ക് മാഫ് കൊടുത്തെങ്കിൽ ഇസ്സത്ത് യാറാവൂരല്ല എൻ്റെ എന്നും പൊറോടിയാവില്ല. ആരെങ്കിലും എതിർ ഞങ്ങൾ താന്നു പോയെങ്കിൽ ഞാൻ എന്തിന് താണ്ടോ ചെന്ന് വിചാരിക്കാറല്ലേ ഒരാൾ എന്തിനാ ഞാൻ താന്നു കൊടുക്കണോ? ನಾನು ಬೆಲಿಯಾಡು, ನಾನು ಮೂತವನು, ಅವನು ಎಲವನು, ಎಲವಂದು ನಾನೆಂದು ಕೀಲಾವನು, ಎಂದಿಗೆ ನಾನು ಪ್ರೆಸಿಡೆಂಟ್, ಅವನು ಜಸ್ಟ್ ಮೆಂಬರ್, ಅವನ ಕೀಲ್ ಅವನ ನಾನೆಂದು ಕೀಲಾವನು. അങ്ങനത്തെ മനോഭാവം വരണ്ട. ഞങ്ങ മാഫ് കൊടുക്കുന്നതുകൊണ്ടല്ലേ അത് വലിയ പുണ്യകരമായിട്ട്. മാഫ് കൊടുത്തെങ്കില് എന്തിനാ ഇല്ല, അതായത് അള്ളാഹു യാറാക്കാണ്ട് വിടല അബ്ദൻ അവന്റെ അടിമകി ബിഅഫ്വിൻ അവൻ മാഫ് കൊടുക്കുക കൊണ്ടെത്തു ഇല്ല ഇസ്സ ഇസ്സത്തല്ലാണ്ട് യാറാവല. മാഫ് കൊടുത്തവന്റെ നാലാൾ എന്ത് ചെല്ലാറ് നാളെ അവൻ നല്ല മനുഷ്യ ഇസ്സത്തുള്ള അവൻ മാഫ് കൊടുത്ത മഹാനായ റസൂൽ കരീം എത്ര മാഫ് കൊടുത്തു.
തായിഫിക്ക് പോയപ്പോ തായിഫിലെ ആളന്മാര് കൂക്കി വിളിച്ചിട്ട് മക്കളെ കഴുത്തിട്ട് കൂക്കി വിളിച്ചിട്ട് കൽക്കിട്ടിട്ട് ഓടുപാടി കല്ലങ്ങിട്ട് ഓടുപാടിയില്ലേ. അപ്പ പർവ്വതത്തെ മലക്ക് വന്ന് കേടുത്ത് എന്താക്കണോ, നിങ്ങളെ ആദേശം ഉണ്ടെങ്കിൽ ഈ രണ്ട് ഗുഡ്ഡരെ മുട്ടാക്കിത്ത് അങ്ങനെ ആ റായത്തകളെ ഞെക്കിത്ത് ഫിനിഷാക്കി വിടുവാൻ അള്ളാഹു നബി തയ്യാറായിട്ടില്ല. ചെല്ലോ ഓക്കെ ചെല്ലോ തയ്യാറായിട്ട് വിശ്വാസം ചെന്നോ വിട്ടുവിടവ് മാഫാക്കുക, അങ്ങക്ക് മാഫ് കൊടുത്തു അങ്ങനെ പിന്നെ വേണ്ടത് നല്ല മറുവാറ് ആ സമുദായത്തിൽ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മാഫ് കൊടുക്കുക തയ്യാറാവും. വിനയ പ്രകടനാക്കിയെങ്കിൽ അതിന് മുഖാന്തരം ഞങ്ങൾക്ക് ഞങ്ങളെ പദവിയാറായി പോകും. ഇത് 3 വിഷയത്തിക്ക് വിശ്വാസം ഹദീസില് ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കിയ ഹദീസിൽ പണിപാട്ടു. അതിൽ ഒന്ന് ചെന്നെന്തോ ഞങ്ങൾ സദക്ക് കൊടുത്ത സ്വത്ത് സമ്പത്ത് കുറയാവില്ല. അങ്ങനെ ഇത് കുറെ ആൾ പേടിക്കുന്നു. കൊടുത്തത് എൻ്റെ കച്ചവടത്ത് പൈസക്കല്ലേ അതുകിക്കല്ലേ നാന് പാപ്പറായി പോവേ ഞാൻ നില്ലായി പോവേ ചെന്നിട്ട് എന്ത് പേടിക്കണ്ട. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണം, ഈമാനോട് കൊടുക്കണം, വിശ്വാസത്തോട് കൊടുക്കണം, അള്ളാഹുടെ തൃപ്തി ഉദ്ദേശിച്ച് കൊടുക്കണം. ആളന്മാരെ കാട്ട കൊടുക്കലല്ലേ. അള്ളാഹുവിന്റെ സ്വത്തിലും ബർക്കത്ത് തന്റെ 100%. ഒരു പേടി വേണ്ട. ഇത് സദക്കർ വിഷയം ചെയ്യണ്ടോ, കണ്ടായ സക്കാത്ത വിഷയമല്ല, അത് പിന്നെ ചെല്ലണ്ട ഇൻഷാ അല്ലാഹ്. പിന്നെ കുല്ലു ഇംറിഇൻ ഫീ ദില്ലി സദഖതിഹി ഹത്താ യുഫ്സല ബൈനൻ നാസി ഔ ഖാല ഹത്താ യുഹ്കമ ബൈനൻ നാസ്. കുല്ലു ഇംറിഇൻ എല്ലാ മനുഷ്യന്മാരും ഇബ്സാസമത്തെ ഉഖ്വത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കർ ഹദീസ് എത്തിക്കുന്നു. ഇബ്സാസം ചന്ദായിത്ത എൽകേറ്റ് എല്ലാ മനുഷ്യന്മാരും അങ്ങ് കൊടുത്ത സദക്കരെ നിലനിൽക്കാൻ, അങ്ങ് കൊടുത്ത സദക്കരെ നിലനിൽക്കാൻ. അപ്പൊ സദക്ക കൊടുത്ത് നാളെ പരലോകത്തോ നിമിഷാത്മാർ വേറെ ഹദീസിൽ ചേർന്നില്ലേ, ബൽത്ത കൈ കൊടുത്തത് എടുത്ത കൈയും അറിയാത്ത പോലെ സീക്രട്ട് ആയിട്ട് രഹസ്യമായിട്ട് കൊടുത്തെങ്കിൽ അർശില് നൽകി. മഹ്ശറില് ആരെ സഹായവുമില്ല, റബ്ബുടെ സഹായം മാത്രമുള്ള നാളേക്ക്. അവൻ നമുക്ക് സഹായം തന്നെങ്കിൽ ഞങ്ങൾ ബച്ചവായ, അവന്റെ രക്ഷണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയ. അണ്ടത്തെ നാളില് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശില് നേരിട്ട് കണ്ടതായ ഒരു മഹ്ശറ ആ മൈതാനില് ഈ ബൽത്ത കൈ കൊടുത്ത സദക്ക എടുത്ത കൈ കൊടുക്കാവാത്ത പോലെ സീക്രട്ട് ആയിട്ട് കൊടുക്കണം. ആളമാർ കൈയടിക്ക് വേണ്ട കൊടുക്കണം. ഒരേ അതായത് രഹസ്യമായിട്ട് കൊടുക്കുന്ന ഭാഗമുണ്ട്, ബഹിരംഗമായിട്ട് കൊടുക്കുന്ന ഭാഗമുണ്ട്. ഞങ്ങൾ പള്ളിയിൽ കളക്ഷന് ആരും വേണ്ട, മദ്രസ കളക്ഷൻ പള്ളിയിൽ പ്രവർത്തിക്കണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും എതിർന്നിട്ടോ. അപ്പൊ ആ നീയത്തെ ഞങ്ങൾ ചിന്തിക്കു തീരാ. ആളെ മറിച്ചല്ലോ ഞാൻ 500 ഇട്ടേ, ഞാൻ 1000 ഇട്ടേ, 400 ഇട്ടേ, ഓൺ ചൊല്ലും ആ നീയത്ത് പറത്തീര. ഞങ്ങളുടെ നീയത്ത് റബ്ബ് കാണണോ, റബ്ബുടെ തൃപ്തിനെ കിട്ടണോ, പരലോകത്ത് അർശിനെ നിഴൽ കിട്ടണോ എന്ന നീയത്തോടു കൂടെ ഞങ്ങൾ കൊടുക്കണം. അപ്പൊ പ്രതി ഒരു മനുഷ്യനും അവന് കൊടുത്ത് സദക്കരെ നിഴലായിത്തിക്കറ് ഖിയാമത്ത് ഡിക്രോ ജനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം അഹ്മദ് റിപ്പോർട്ടാക്കിയ ഹദീസിൽ പരിപാടിത്തണ്ട്. ഏനെ ഞങ്ങ സദക്കത്തും ജാരിയുണ്ട്, ജാരിയായ സദക്ക. ഒരു പള്ളി കെട്ടുകായിട്ട് ഞങ്ങ പൈസ കൊടുത്ത, അമൗണ്ട് കൊടുത്ത, സ്വത്ത് കൊടുത്ത ഞങ്ങൾ പള്ളി കെട്ടും. ആ പള്ളി റായത്തില് ആ മനുഷ്യ മൗത്തായപ്പോഴത്തേക്കും നിലനിൽക്കുന്നു. പള്ളി എന്തും ആയിട്ടില്ല, മനുഷ്യ മൗത്തായി പോയി, അയാൾ പൈസ മരണപ്പെട്ടു പോയി. അല്ലെങ്കിൽ അയാൾ കെട്ടിയ പള്ളി, അല്ലെങ്കിൽ അയാളെ സഹായം കൊടുത്ത് കെട്ടിയ പള്ളി ഈ റായത്തിലുണ്ട്. നിസ്കരിച്ചോനുള്ള, ഖുർആൻ പഠിച്ചോനുള്ള, സക്കാത്ത് നല്ല ഇബാദത്തെല്ലാം പള്ളിയിലായിട്ടുണ്ട്. ആ മനുഷ്യര് ഒരു പാൽ പോയോടി അയാളെ കൊണ്ടുപോ. മരണാനന്തരം ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ തലാസത്തിൻ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. ഒരാൾ മരണപ്പെട്ട പിന്നെയോ കിട്ട പോലത്തെ 3 വിഷയ. ഒന്നെന്തോ ജാരിയായ സദക്ക, ഒരു മദ്രസ കെട്ടുകയായിട്ട് കൊടുത്തിരിക്കും. ആ മദ്രസയില് പിന്നെയും പിന്നെയും മനുഷ്യന്മാർ മക്ക വന്നിട്ട് ദീന് പഠിച്ചോണ്ടുള്ള കോളേജ് കൊടുത്തിക്കോ. ധാർമ്മികമായ കോളേജ്, ധാർമ്മികമായ കോളേജിൽ മക്ക പഠിച്ചിട്ട് വലിയ ഡിഗ്രി എടുത്താൽ ആലിമായ, ആലിമ അല്ലെങ്കിൽ ആലിമായ
ആ ആലന്മാർക്ക് ദീന്റെ പ്രബോധനാക്കിയോട്ടേ ദാവാക്കിയോട്ടേ മക്കൾക്ക് ദീൻ പഠിപ്പാനുള്ള ആ ഉസ്താദ്മാർ ആ കോളേജിൽ പഠിച്ചേക്കാം. ആ സഹായಕ್ಕೆ മനുഷ്യക്ക് ആ കോളേജ് കെട്ടുക, മദ്രസ കെട്ടുക, പിന്നെയും പോയോണ്ടിക്ക് മരണാനന്തരം അതേക്ക് സദക്കത്തും ജാരിയുടെ ഫായിദ. അതുകൊണ്ട് ഞങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ ഞങ്ങൾ ഖബർക്ക് ബെണ്ട പോലത്തെ എന്തും സറാക്കി പോകണം. അങ്ങനത്തെ എന്തും ഞങ്ങൾ ദുനിയാവിൽ വിട്ടുപോകണം. അല്ലെങ്കിൽ ഒരു ആലിമായ മനുഷ്യ അവനൊരു കിതാബ് എഴുതിയിട്ടുള്ള ആ കിതാബ് അവനൊരു ആയത്ത് വിട്ടുപോയതാണ്, അവൻ മരണപ്പെട്ടു പോയത. മരണാനന്തരവും ആ കിതാബിൽ നിന്ന് മനുഷ്യന്മാർ ഫായിദ എടുത്തുള്ള നോക്കൂ. എത്ര ഹദീസ് കിതാബുങ്ങ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം എഴുതി വയ്ക്കില്ലേ? ഇപ്പൊ ഞങ്ങൾ പഠിച്ചോണ്ടതിൽ അങ്ങ് അവിടെ പ്രതിഫലം ഉപയോഗിക്കുന്നു. ഇമാം ഷാഫിയെ പോലെ, ഇമാം അബൂ ഹനീഫയെ പോലെ, ഇമാം മാലിക്കിനെ പോലെ, ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പോലെ ഇങ്ങനത്തെ അറിയപ്പെട്ട ഇമാമീങ്ങ. അതല്ലാത്ത സുനൻ ആളമാർ, സുനൻ കിതാബ്, ഹദീസ് കിതാബ് ആളമങ്ങല്ല കിതാബ് എത്ര പണ്ഡിതന്മാരെ കിതാബ് ലൈബ്രറിയിൽ പോയി നോക്കിയ കാണ്ട് അറബിക്ക് കിതാബ്, അതേപോലെ ഇന്നിത്തര ലാംഗ്വേജ് ഉള്ള കിതാബ് ഇസ്ലാമിന്റെ വിഷയത്തിലുള്ളത് അതിൽ ഓതി എത്ര ഫൈദ എടുക്കാറാ അങ്ങക്ക് എൽകിയെങ്കിൽ അതിന് ആത്തവർക്ക് പ്രതിഫല പോയോണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് ഞങ്ങളെ ഈ ഒരു സദക്കത്തും ജാരിയ ഈ റമദാൻ മാസത്തിൽ കൊടുത്തെങ്കിൽ വലിയ പുണ്യം കിട്ടുകൊണ്ട് അള്ളാഹുവിനെ മുട്ട നാലാഖിറത്തിൽ അതിന് പുണ്യം കിട്ടുമ്പോൾ ഞങ്ങൾ ടെൻഷനായി പോയി. ഇത്ര പ്രതിഫലം ഞാൻ യാറ് കൊടുക്കാൻ തല്ലേ, എഴുതിയനും കൊടുക്കാൻ തല്ലേ, എഴുതിയനും കൊടുത്തിട്ട് എഴുതിയനും പുണ്യം കിട്ടാൻ തല്ലേ ചെന്നിട്ട് ഷഹീദായ കൊള്ളാറല്ലേ, ഷഹീദായിട്ട് പോയേക്ക മരണാനന്തരങ്ങളെ ഷഹീദായിട്ടത്തേക്ക് അങ്ങ് വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തിട്ടാകുമ്പോ ആ ഷഹീദായ രക്തസാക്ഷിയായ ഇനോർക്ക് ദുനിയാവും രക്തസാക്ഷിയായിട്ട് പോകും ആഗ്രഹിക്കാറ്. അയങ്കില ദുനിയാവു മരണപ്പെട്ടു പോയവന് റീബണ്ടതായ സിസ്റ്റം ഇല്ലാത്ത കൊണ്ട് തങ്ങൾ അല്ലാഹു കടത്തില്ല. പത്തനോട് പുണ്യകർമ്മ ഈ സദക്ക ചെല്ലേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തു സിർ തുത്ഫിഉ ഗദബർ റബ്ബ്, സദഖത്തു സിർ രഹസ്യമായിട്ട് കൊടുക്കുന്ന സദഖ ഉണ്ടല്ലേ, തുത്ഫിഉ ഗദബർ റബ്ബ്, റബ്ബുടെ അർസത്തെ തണിക്കുന്നത്. അങ്ങനെ അല്ലാഹു എന്തെങ്കിലും അർസ കട തണിച്ചു കൊടുത്തു. വസിലത്തുർ റഹീം തസീദു ഫിൽ ഉമർ, ഞങ്ങ കുടുംബ ബന്ധ ചേർപ്പാട്ടെങ്കിൽ ഞങ്ങളെ ബയസ് ആയുഷ് ആറായി പോകും. ഞങ്ങളെ കിട്ടിയതായ ആയുഷുണ്ടല്ലേ, ബയസ്സുണ്ടല്ലേ, ആരോഗ്യം നല്ല അമലാക്കുന്ന തൗഫീഖ് ആ ആരോഗ്യത്തിൽ. ഇത് സഹിയായ ഹദീസ്, സഹിയുൽ ജാമിഅ ഹദീസ് കാണും. അപ്പൊ ഇങ്ങനെ എത്ര ഹദീസ് ആയിട്ട് കാണ കിട്ടോ സദക്കര മഹത്വ, സദക്കര ശ്രേഷ്ഠത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖുന്നാർ വലോ ബിശിക്കി തംറത്തിൻ ഫമൻ ലം യജിദ് ബികലിമത്തിൻ തയ്യിബ, നിങ്ങളെ നരകത്തെ തീരത്തോട് നിങ്ങൾ സലാമത്താക്കി നിങ്ങൾ തടിയണം. നരകത്തെ അതികഠിന കഠോരമായ നരക തീരെക്കാളും 69% യാറെ വെച്ചുള്ള അതികഠോരമായ തീയായിട്ടിരിക്കുന്ന നരകത്തെ തീ ചെന്നെങ്കിൽ സക്കൂം ചെന്റെ ഭയാനകമായ ഫുഡ് അതിൽ കിട്ടോ. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീൻ ചെന്നതായ ഫുഡ്, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, അവന്റെ പസി തണിയില്ല, അവനക്ക് പുഷ്ടി കിട്ടില്ല തടിക്ക്. അങ്ങനത്തെ കഠോരമായ ജഹന്നം എന്ന തീ, അതിൽ നിന്ന് രക്ഷ കിട്ടണ്ടേ. നീങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഇത്തഖുന്നാർ, തീരത്തൊട്ട് നീങ്ങ രക്ഷപ്പെടൂ, പേടിക്കോറൂ. വലൗ ബിശിക്കി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തെ പുളു കൊടുത്തിട്ട് സദക്ക ഞങ്ങളിട്ട് അതിനായിട്ട് 6 കൊടുക്ക കൊണ്ടു, ഞങ്ങളിട്ടു 1,00,000 ഉണ്ടു, 1000 ഉണ്ടു. ഇല്ലാത്തവണ് അത്ര കൊടുക്കട്ടുണ്ടായിട്ട് അതിനർത്ഥം ഉള്ളവണു ഉള്ളത്ര കൊടുക്കണം. ഞങ്ങൾ കൊടുത്തത്ര ഞങ്ങളെ പുണ്യ അല്ലാഹുൽ ഇന്ത് യാറായി പോണത് അതും കിട്ടിയില്ല. ഒരു ഈത്തപ്പഴത്തെ കൊടുക്കും ഇല്ല ഉണ്ടായെങ്കിൽ എന്ത് കൊടുക്കണോ അവനക്ക് എന്തൊരു കിറ്റ്. അവനല്ല മെജിദ് ബികലിമത്തിൻ തയ്യിബ, നല്ല വളക്ക. ഒരാൾ മുഖം നോക്കിയിട്ട് ഒരു പുഞ്ചിരി,
ഒരു മുകുൾനാകു ചെല്ലല്ലേ, നഗുമുക്ക ഒരാൾ മുഖം നോക്കി അതും കൊണ്ടേയിരിക്കും. അതും അല്ലാഹു വിട്ട പുണ്യമുള്ളത്. ഒരാൾ മുഖം നോക്കിയിട്ട് അവനോട്ട് പൈസ ഉള്ള കൊണ്ട് മുഖം നോക്കിയല്ലേ, അവനോട്ട് സമ്പത്തുള്ള കൊണ്ട് എന്നും കിട്ടൂ ചെന്ന നീയത്ത് നോക്കിയല്ലേ. അള്ളാഹുടെ അൽ ഹുബ്ബു ഫില്ലാ, അതായത് അള്ളാഹു വേണമെങ്കിൽ പിർസ അള്ളാഹു വേണമെങ്കിൽ അർസം അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, പിർസം അള്ളാഹു വേണമെങ്കിൽ അർസം അള്ളാഹു വേണമെങ്കിൽ. ദുനിയാവിലെ ലാഭത്തിന് വേണ്ടി ഞങ്ങൾ ആരും പിർസ കാട്ടണ്ട, ഞങ്ങൾ അള്ളാഹുവിനെ തൃപ്തി ഉദ്ദേശിച്ച് പിർസ കാട്ടും എന്നെങ്കിൽ നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം. ചൊല്ല് ഇത് അൻഫഖൽ മുസ്ലിമു നഫ്ഖതൻ അലാ അഹ്ലിഹി വഹുവ യഹ്തസിബുഹാ കാനത് ലഹു സദഖ. ഞങ്ങൾ കുടുംബത്തിന് പെഞ്ഞൈമക്ക് ചെലവാക്കണം, കുടുംബത്തിന് ഞങ്ങൾ ചെലവാക്കണം. ഭർത്തവൻക്കല്ലേ, അവന്റെ കുടുംബത്തിന്, അവന്റെ പെഞ്ഞൈമക്ക്, അവന്റെ ഉമ്മക്ക് ചെലവാക്കുന്നതുകൊണ്ടല്ലേ അത് അവന് സദഖായിട്ട് പരിഗണിക്കപ്പെട്ടു. അവന് കൊടുക്കേണ്ട കഡ്ഡായ ബാധ്യതയിട്ടിരിക്കുന്നു. പെഞ്ഞൈമക്കൾ തിരുവിടവില്ല, തിരുനാട്ട് പൈപ്പായിട്ട് തിടവില്ല. നോക്കേണ്ടത് അവന്റെ ബാധ്യത. എന്തെങ്കിലും അല്ലാഹു അത് തന്നെ സദഖ കൊടുത്ത കൂലിയായി തന്നെ. സുബ്ഹാനല്ലാഹ്, എത്ര എത്ര പുണ്യത്തിക്കും മോമിനീങ്ങളെ. സദഖത്തു വലൽ മിസ്കീനി സദഖത്തുൻ വലദിൽ ഖറാബതി ഇത്നതാനി സദഖത്തുൻ വസീല. ഞങ്ങളെ മുട്ടത്ത്, ഞങ്ങളെ ഈ പാവത്തനക്ക് ഞങ്ങൾ സദഖ കൊടുത്തെങ്കിൽ അത് സദഖ കൂലിയിട്ടു. ഞങ്ങളെ മുട്ടത്തെ സംബന്ധത്തെങ്കിൽ ഞങ്ങളുടെ റിലേറ്റീവ്, ഞങ്ങളുടെ റിലേഷനിലുള്ള സംബന്ധത്തെ പാവത്തനക്ക് ഞങ്ങൾ സദഖ കൊടുത്തെങ്കിൽ രണ്ട് കൂലിയായിരിക്കും, ഡബിൾ പ്രതിഫലം. ഒന്ന് സദഖര കൂലി, ഇതൊന്ന് സിലത്തര കൂലി. കുടുംബ ബന്ധ സേർപ്പാട്ടിച്ചു. ഒരു മൂത്തോട് നല്ല പൈസക്കാരനായിട്ടിരിക്കുക, ഇലവനെന്ത് ഇല്ല പാവപ്പെട്ടവനെ, ഒരു അകയും ശരിയില്ല. മൂത്തവന്റെ സക്കാത്തിന് പൈസ ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സദഖ കൊടുക്കാം. അപ്പൊ അത് അവന് കുടുംബ ബന്ധ സേർപ്പാട്ടിൽ കൂലി കിട്ടിയിട്ട് സദഖ കൊടുത്ത് കൂലി കിട്ടി. അപ്പൊ അത് ഞങ്ങൾ ഈ സമയത്തിൽ മനസ്സിലാക്കും. അള്ളാഹു അവന്റെ ദീന്റെ ഞങ്ങൾക്ക് ചെമ്മ വിശാലമായ മാർഗത്തെ മുഖാന്തരം പഠിപ്പാടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ പത്തിത്ത് അവിടെ സദഖ വിഷയ മനുഷ്യനാക്കിയിട്ട് وذكر الصدقة والتعفف والمسألة اليد العليا خير من يد السفلى. കൊടുക്കുற കൈ എടുക്കിற കൈയെക്കാളും ഹൈറ് ചെറിയ കൊടുക്കുറല്ലേ, കൊടുക്കുற കൈ ഉണ്ടല്ലേ, എടുക്കലങ്ങുള്ളാരല്ലേ ഈ സദഖ കൊടുക്കുക, അതിനെക്കാട്ടും ഹൈ പൊസിഷനിലുള്ള കൈ ഏറ്റിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുറങ്ങാവും, എടുക്കുറങ്ങളെക്കാൾ കൊടുക്കുറങ്ങാവും. കൊടുക്കുറങ്ങൾക്ക് വലിയ പ്രതിഫലം എത്തിക്കും. ഇസ്ലാം ഒരിക്കലും വേഗം ഭിക്ഷാട്ടന് പ്രോത്സാഹനം കൊടുത്തിട്ടില്ല. അവടോട് ബേങ്കി ഓടിക്കലാണ് ഒരാൾക്ക് അതേ ഒരു ഭിക്ഷാട്ടനെ ചെല്ലുന്ന ഒരു ഡ്യൂട്ടിയാണ് കളിച്ചത്. അത് ഒരു ഇതേ ഉണ്ട്, എന്താ ഒരു യൂണിയൻ. എവിടെ നിങ്ങൾ സിഗ്നലിലെല്ലാം കാണ്ടല്ലേ, അങ്ങ് മൂന്നിയാമത്ത് നമ്മൾ കൂടിയാണ് കൊണ്ടാണ് ഗാഡിയിൽ എല്ലാവരും എല്ലാം കൊറിയാളമാണ്. അപ്പൊ അങ്ങനത്തെ യൂണിയൻ ഞങ്ങളെ കണ്ടുപിടിച്ചിട്ട് അങ്ങ് ഗൊന്തായ കൊടുത്തു തീരാണ്. അങ്ങനെ സ്വരമീയ വേഗതയെ സ്വരം വേഗത ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹനം കൊടുത്തിട്ടില്ല, കൊടുക്കുന്നതിന് വലിയ പ്രോത്സാഹനം കൊടുത്തു ഇസ്ലാം. അപ്പൊ ആ വിഷയം ഈ സമയത്തിൽ അർത്ഥാക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല. ഒരു അടിമരട്ടു അല്ലാഹു ക്വസ്റ്റ്യൻ കേൾക്കാണ്ട് അവന്റെ കാൽ സ്റ്റെപ്പ് എതിർ പോലെ. എന്തിനാ ക്വസ്റ്റ്യൻ? അവന്റെ ഏജിന്റെ വിഷയം. ബേസ് ഇത്ര വയസ്സ് ജീവിച്ചിട്ടില്ല, 50, 40, 30, 60, 70 എന്തൊക്കെയാണ് എന്തിനാക്കി കളിച്ചു തീർത്തേ, അല്ല ഗെയിം കളിച്ച് തീർത്തേ, അല്ല മൊബൈലിൽ ഷോർട്സ് നോക്കി നീ തീർത്തേ, എന്തിനാക്കിയ നീ നിന്റെ ലൈഫോ ചെത്ത് അല്ലാഹു കേൾക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ അവന്റെ ഇൽമൽ വിഷയം, പഠിച്ച ഇൽമൽ എന്താക്കി. മൂന്നാമത്തെ ഇത് അവന്റെ സ്വത്ത് സമ്പത്തിന്റെ വിഷയം. എവിടുത്തെ സമ്പാദനയാക്കി ഈ മാർഗത്തിൽ ചെലവാക്കി. സമ്പാദന ആക്കിയ മാർഗത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ, ചെലവാക്കിയതിന് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ അവന്റെ തടിയിൽ എന്തൊക്കെ യൂസ് ആക്കി നീ,
തടി നിസ്കരിക്കൂ, നല്ല ആരോഗ്യം നിസ്കരിച്ച് നല്ല ഗട്ടിമുട്ടിന്തല തടി എങ്കായിരിക്കുന്ന ബാല്യക്കാരനായിരിക്കുന്ന എന്തിനാക്കിയേ അള്ളാഹുവിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. നാളെ ഖിയാമത്തിലുണ്ട്. ഒരാളെയും അള്ളാഹു ക്വസ്റ്റ്യൻ ആക്കാൻ കൂടല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഏജിലോ പഠിച്ചവന്റെ മാർഗത്തിൽ ചെലവാക്കാൻ തയ്യാറാവും. അള്ളാഹു അത്രയും നല്ല ആളന്മാരോട്ട് ഞങ്ങളെ സേർപ്പാടി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. തഖ്വയുള്ളതായിട്ട് ജീവിക്കൊണ്ട് ചെന്നോർക്ക് ഞാൻ വസിയത്താക്ക്. അള്ളാഹു അങ്ങൻ താളമാറട്ടു ഞങ്ങളെല്ലാവരും ചേർപ്പാടി അനുഗ്രഹിക്കട്ടെ. സദക്കയുടെ വിഷയത്തിൽ ഒന്നാമത്തെ ഖുതുബയിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇനി സക്കാത്തുമായി സംബന്ധപ്പെട്ട വിഷയം. അള്ളാഹു സൂറത്ത് തൗബയിൽ 103-ാമത്തെ ആയത്തിൽ ചെല്ല ഖുദ് മിൻ അംവാലിഹിം സദഖത്തുൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അള്ളാഹു നബിയോട്ട് ചെല്ല നീങ്ങ സമ്പത്തിലെ പൈസക്കാരുള്ളവരല്ല അങ്ങനെ എന്ത് സമ്പത്തിൽ നിന്ന് സക്കാത്തിലെ അമൗണ്ട് എടുക്കോ. ഇസ്ലാമിക് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിൽ ജബർദസ്തി എടുക്കേണ്ട അവകാശമുണ്ട്. എടുത്തിട്ട് അത് പാവപ്പെട്ടങ്ങൾ ഹക്കായിട്ടിക്കുന്നത് ഞങ്ങൾ അതില് പുറത്തു നടന്നെങ്കിൽ ഞങ്ങൾക്ക് ഹറാമായിട്ടിക്കുന്നത്. ഞങ്ങൾ സദക്ക കൊടുക്കോ, സക്കാത്ത് കൊടുക്കോടെ. സദക്ക ചെല്ലത് ഐച്ഛികമായിട്ടിരിക്കുന്നത്, ഇഷ്ടമുള്ള കൊടുക്കാണ്ടിരിക്കുക. കൊടുത്തും വലിയ കൂലി ഞങ്ങൾ അതിലെ പ്രാമുഖ്യത്തെ ശ്രേഷ്ഠത ചെന്ന സക്കാത്ത് ചെല്ലുന്ന അങ്ങനല്ല. ഇസ്ലാം കാര്യത്തില് മൂന്നാമതായിട്ട് എണ്ണിയത് നിസ്കാരത്തെ, പിന്നെ സക്കാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമൻ കടത്തുമ്പത്തേക്ക് ചെന്ന് അങ്ങോട്ട് ചെല്ലറു വേറെ വിഷയല്ല ചെന്നിട്ടാ പിന്നെ ചെന്ന് അങ്ങനെ സ്വത്ത് ഹക്കുണ്ടോ സക്കാത്ത് കൊടുക്കുന്നത് കൊടുക്കണോ ചെന്ന് ചെല്ലൂർ അങ്ങോട്ടു യമന്റെ അങ്ങോട്ടു ദായി ആയിട്ട് കടത്തുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു ഡിസാസം ചെന്ന് കടത്തു. മുആദ് ബിൻ ജബൽ കടത്തു. അപ്പൊ ഖുദ് മിൻ അംവാലിഹിം സദഖ. അള്ളാഹുരട്ടു അള്ളാഹു ഇവരൊട്ടു ചെണ്ടോ നിങ്ങൾ അങ്ങനെ സമ്പത്തിൽ നിന്ന് സക്കാത്തിനെടുക്കും. സദക്ക ചെന്ന ഉദ്ദേശമുള്ള സക്കാത്തേക്ക് എന്ത് എടുക്കണോ തുതഹിറുഹും അത് ഫായിദ അൻകെ പൈസക്കാർ ധനിക്കന്മാരുടെ അൻകെ ഫായിദ അങ്ങനെ ശുദ്ധിയാക്കും, അങ്ങനെ ശുദ്ധിയാക്കൂ. വതുസക്കീഹിം അങ്ങനെ സംസ്കരിക്കൂ. ಅದರ ಮುಖಾಂತರ ಸಂಸ್ಕರಿಕರು ಅಂಗಳೆ ಶುದ್ಧಿಯಾಕರು. ಅದೆല്ലാണ്ട് ಅಂക്ക് ലോസ് ആക്കുകയല്ല, നഷ്ടാക്കുകയല്ല. ഞങ്ങളെ പെണ്ണുങ്ങളിട്ടു 85 ഗ്രാം ബംഗാറുണ്ട 2.5 കൊടുത്തേവേ ഇല്ലാണ്ടെങ്കിൽ ആഹ്റത്തിൽ ശിക്ഷ കൊടുക്കട്ടോ. മതപക്ഷപാത പിടിച്ചെല്ല ഇട്ട ബംഗാറ് കൊടുക്കണ്ട, ഇട്ട ബംഗാറ് കൊടുക്കണം. 85 ഗ്രാം ഉണ്ട ഒരു പെണ്ണിനൊട്ടു ബംഗാറുണ്ട ഗ്രാം പൗണല്ല കൊടുത്തു ദേവി നോക്കൂ. 85 ഗ്രാം എടുത്തോളം കൊടുക്കില്ല. അപ്പൊ ഇതിനർത്ഥം പൈസക്കാരുടെ മേലെ കഡ്ഡായിട്ടിരിക്കുന്ന പാവപ്പെട്ടവരുടെ മേലെ കഡ്ഡായില്ല. ഒരു 10 ഗ്രാമ 15 ഗ്രാമ ഇങ്ങനെ ചെറിയ തെല്ലുള്ളൂ, അതുകല്ല സക്കാത്ത് കഡ്ഡായില്ല. അപ്പൊ ആ വിഷയ ഞങ്ങളോട് അർത്ഥാക്കണം. വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇരി വൽ മഹ്റൂം. അല്ലാഹു ചെല്ല അങ്ങനെ സമ്പത്തില് ഹക്കുണ്ടു. കേട്ട് പണ്ടെങ്കിൽ തടയപ്പെട്ടെങ്കിൽ റിസ്ക് ഇല്ലാണ്ട് തടയപ്പെട്ട കൊള്ളാം. അങ്ങനത്തെ ആളന്മാർക്ക് നിങ്ങളെ സ്വത്തിൽ ഒരു ഹക്കുണ്ട് കൊടുക്കണോ, സക്കാത്ത് കൊടുക്കേണ്ട വിഷയത്തിൽ. കാരണം എത്ര പ്രാമുഖ്യത്തെ എനിക്ക് മനസ്സിലാക്കുക അറിയൂ സാധ്യ. ഒരു സഹോദരന്മാരെ സക്കാത്ത് കൊടുത്തു ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയിൽ അല്ലാഹുവിനെത്തി. ഞങ്ങൾക്ക് ചുമ ഫായിദ കൊണ്ട് സക്കാത്ത് കൊണ്ടെത്തു. ഞങ്ങൾ ഈമാന്റെ സാബിത്താക്കാവും. സക്കാത്ത് കൊടുത്തു ഞങ്ങളെ ഈമാൻ, അതായത് ഇസ്ലാം കാര്യത്തെ മൂന്നാമത്തെ സാബിത്തതിനെ കാട്ടിയ ആരെതും ഞങ്ങൾ ചെല്ല ഞാൻ സക്കാത്ത് കൊടുത്തു ചെല്ല ആളുമാരെ കാട്ടവല്ല. എന്റെ സ്വത്തിൽ ഒരു വീഡിയോ ബന്ധു ഞാൻ
അയാള് ഈത്തപ്പഴത്തോ കച്ചവടത്താൽ ബിസിനസ്സാണ്. അയാൾ ചെന്ന് പോയ വർഷം 6 കോടി ചില്ലറിനാണ് സക്കാത്ത് കൊടുത്തത്. വലിയ ബിസിനസ്കാരാണ്, കേരളത്തവരാണ്. അതേപോലെ ഈ വർഷ പോയ വർഷ 6 അല്ല 4, ഈ വർഷ 6 കോടി എത്രയും കൊടുക്കുന്നുണ്ട്. പോയ വർഷം 4 കോടി ചില്ലറ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം എൻ്റെ സ്വത്ത് സമ്പത്തിന് ഞാൻ ടാക്സ് കറക്റ്റ് കെട്ടണോ, ഗവൺമെന്റിക്ക് സക്കാത്തും കറക്റ്റ് കൊടുക്കണോന്നാണ്. അപ്പൊ അത് ജീവിതത്തിൽ അല്ലാഹു സക്കാത്ത് കൊടുത്ത് പിന്നെയും വൃദ്ധന കൊടുത്ത, ബർക്കത്ത് കൊടുത്ത, കച്ചവടത്തിൽ ലാഭം ഉണ്ടായിട്ട് അതെല്ലാം ഞങ്ങളെ കച്ചവടത്തിൽ ലോസായില്ല. അപ്പൊ ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളൊട്ട് ഉള്ളെത്ര ഞങ്ങളെ സ്വന്തം ഖർച്ചിക്ക് എത്ര ഉണ്ടാ അതില് മിച്ചബന്ധങ്ങൾ ഞങ്ങളെ ഒത്തുള്ളൂ. ഒരു ഗാഡി ഞങ്ങൾക്ക് വേണം, ചുറ്റോ ഒരു ഫാമിലിക്ക് 4 ഗാഡി എത്തത് അത്യാവശ്യമല്ല. ഒരക വേണം ഞങ്ങൾക്ക്, ജണ്ടക കെട്ട അത്യാവശ്യമല്ല. ഒരൗത്തുള്ളൂ ഒരു ബസ് ഞങ്ങൾക്ക് ഉപകരണം വേണം. അപ്പുറത്തെ ഉത്തരം അതുകൊണ്ടാണ് ചെന്ന് പിന്നീട് പലപ്പോഴും 2, 3, 4 കൊണ്ട് ആ ബസ് വെച്ചെങ്കിൽ അത് അത്യാവശ്യമല്ല. അത്യാവശ്യത്തെ ചെലവ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഓരോ തിങ്കളിൽ എത്ര ബാക്കിയാവും അതിൽ ഞങ്ങൾ വർഷാമത്ത് കണക്കാക്കിയിട്ട് ആ വർഷം പൂർത്തിയായെങ്കിൽ 2.5 സക്കാത്ത് പാവപ്പെട്ടങ്ങൾ ഹക്കൈറ്റിക്കര്, അല്ലെങ്കിൽ ആ സക്കാത്ത് കൊടുക്കണ്ടേ 8 വിഭാഗത്തെ ഹക്കൈറ്റിക്കര്. ഞങ്ങളെ സപ്തല്ലത് പേടിക്കൊണ്ട് കിയാമത്തുണ്ട്. നാളെ ആഖിറത്തില് ഭാരി ചിന്താജനകമായ അവസ്ഥയിൽ കിട്ടിപോലും അടങ്ങാം. സക്കാത്ത് എങ്കാലം കൊടുത്തില്ലെങ്കിൽ ആ സക്കാത്ത് കൊടുക്കാത്ത സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉച്ച രൂപത്തിൽ രൂപാന്തരാക്കുക. എന്നിട്ട് അവനക്ക് കൊത്തുന്നത് ഞാൻ നിന്റെ മുതലായിട്ടിക്കരെ ദുനിയാവിൽ നീ സക്കാത്ത് കൊടുക്കാണ്ട് വെച്ചില്ലേ, ആ സമ്പത്തായിട്ടിക്കരെ ഞാൻ നിന്റെ നിക്ഷേപായിട്ടിക്കരെ ചെന്നിട്ട് അവനക്കത് ചെന്നിട്ട് കൊത്തിയോണ്ടിക്കര്. അത്രയും ഭീകരമായ ശിക്ഷ നാളെ ആഖിറത്തിലുണ്ടോ. സക്കാത്ത് കൊടുക്കാണ്ട് ഞങ്ങളെ സ്വത്ത് സമ്പത്തിനെ ഒട്ടാക്കിയിട്ട് വലിയ മാളിക കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിലാക്കിയിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് ഹലാലല്ല. മോമിനീങ്ങളെ ആഖിറത്തില് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഞങ്ങളെ സമ്പത്തില് പാവപ്പെട്ടെങ്കിൽ വലിയ എന്തിനുണ്ടോ ഹക്കുണ്ടോ. പാവപ്പെട്ടെങ്കിൽ ഇത്ര ആളുള്ള ചിഹ്നമില്ലാണ്ട് കറക്റ്റ് അക ശരിയില്ല, ചോറ് അകമേ ഇല്ലാണ്ട് ചോപ്പടി വെട്ടി റോഡ് സൈഡ് തയ്ക്കുന്നങ്ങളെ കാണില്ലേ. ആരണങ്ങ മിസ്കീനും ചെന്നങ്ങ് ആർവത്തുണ്ട. മിസ്കീനും ചെന്നെങ്കില് ഹദീസിന്റെ പ്രಕಾರ പണ്ഡിതന്മാർ ചെല്ല പ്രಕಾರ അങ്ങ് ആളമാരോട്ട് വേഗം പോണില്ല. ആളമാരോട്ട് വേഗം പോണില്ല, വേഗി 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 തിന്നില്ല. ഉള്ളതിൽ തെറ്റിപ്പെട്ടി നില്ലകളൊട്ട് എന്ന ഉള്ളതിൽ ഉറവത്തിന്ന് ഉറവത്തിന്ന് എന്തില്ല തയ്ക്കണം. ഞങ്ങളെ നോക്കി തേടി വിളിച്ചു കൊടുക്കും. ഫക്കീർ ചെന്നങ്ങ് വേഗം കൊണ്ടാണ്, വേഗം പോണേ ഓടിക്കാറല്ലേ. അപ്പൊ ഫക്കീർമാർക്കും മിസ്കീന്മാർക്കും സ്വത്തുള്ള ഹക്കുണ്ടു. അങ്ങനെ തേടി പിടിച്ച് കൊടുക്കേണ്ടത്. ഇപ്പൊ ഫിത്ർ സക്കാത്തുണ്ടോ, ഫിത്ർ സക്കാത്ത് ചെന്ന് ഞങ്ങളെ ബായിക്ക് വേണ്ടോ. സ്വഹാബാക്കന്മാർ പുറത്തുച്ചു കൊണ്ടേക്ക് കൊടുത്തോണ്ടിരുന്ന ഞങ്ങൾ ബായിക്ക് വരണ്ടല്ല, ഞങ്ങൾ കൊണ്ടേക്ക് കൊടുക്കും. ഞങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കും, ഞങ്ങളെ ബാധ്യത ഏറ്റിക്കര്. അതേപോലെ ഈ സക്കാത്തും കൊടുക്കും, ഞങ്ങളെ ബാധ്യത ഏറ്റിക്കര്. അത് ഐച്ഛികമായി കൊടുത്തില്ല എന്ന് നടക്കരുത്. ചെന്നിട്ട് ആറ് വിചാരിച്ചില്ല ആഖിറത്തില് അവിടെ അനുഭവിക്കുമ്പോ ശിക്ഷ അനുഭവിക്കുമ്പോ അവിടെ ടെൻഷൻ ആക്കി ഫായതയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവർക്കും ദീനിലെ ഹക്കായ ദീന്റെ ഹക്ക് പോലെ മനസ്സിലാക്കിയിട്ട് അതില് ശരിയായിട്ട് ഉറച്ചു ജീവിക്കുമെന്ന് തൗഫീഖ് തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും ഈ റമളാൻ തിങ്കൾ തീരുമ്പോ പാപമുക്തനാക്കിയിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു പാപവുമില്ലാത്ത ഇണ്ട് പെത്ത കിടാവരെ പോലെ നവജാത ശിശുരെ പോലെ ആക്കിയിട്ട് പാപമുക്തനായ മനുഷ്യനാക്കിയിട്ട് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ SKS മെഡിക്കൽ ഫണ്ട് കളക്ഷൻ ഉണ്ട്. അതേപോലെ ഞങ്ങളെ മെഡിക്കൽ ഫണ്ടും അതേപോലെ സോഷ്യൽ സർവീസ് വിങ്. മെഡിക്കൽ ഫണ്ട് ചെന്നെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഒന്ന് ഡയാലിസിസ് ആയതുകൊണ്ടു ഞങ്ങൾക്ക് ഹെൽപ്പ് ആക്കറോ ഒരു മെഡിക്കൽ ഫണ്ട് ചുമ്മാ താളന്മാർ ഓഫീസ് ഫണ്ടാറോ അവിടെ ബില്ല് കെട്ടൊക്കെ പൈസ ഇല്ല. ഇത് അതേപോലെ ടാബ്ലറ്റ് എടുക്കുക പൈസ ഇല്ല. ചെന്നിട്ട് ഓഫീസ് ഫണ്ട അങ്ങക്ക് നിറവാകണം. നിങ്ങൾ ഓഫീസ് SKS ഓഫീസിൽ ചുമ്മാ സഹായക്കണം.
അപ്പം അത് ഫണ്ട് കൊടുത്ത കൊണ്ടു ഞങ്ങളെ പോലത്തെ ദാനിമാർ അത് കൊടുക്കും. നിങ്ങൾക്ക് കൊന്തിക്കല നിങ്ങൾ കൊടുത്ത പൈസ ഇങ്ങനത്തെ ആൾക്ക് ടാബ്ലറ്റ് എടുക്കുക, അല്ലെ ഡയാലിസിസ് പോയി തിക്കുക ചെന്നിട്ട് അയാൾ ആരോഗ്യം അനുഭവിച്ചോട് പോയ പോലെ നിങ്ങൾക്ക് കൂടി വന്നുകൊണ്ടിരിക്കും. അതേപോലെ സോഷ്യൽ സർവീസ്, സോഷ്യലായിട്ട് ആളന്മാർക്ക് സഹായക്കുറവ് കിറ്റ് കൊടുക്കും. റമദാനിലെ ആലിമീങ്ങൾക്ക്, ദായിമാർക്ക്, പിന്നെ പാവപ്പെട്ടവർക്ക് കിട്ട് കൊടുത്താൽ ഇതുകളിൽ എവിടുത്തെ ഫണ്ട് വേണ്ടോ ദാനിമാർ കൊടുക്കുന്ന ഫണ്ട് എത്തിക്കും. നിങ്ങൾക്ക് കൊന്തിക്കൽ ആൾക്ക് പോയി തിക്കുന്നത് പാവപ്പെട്ടവർക്ക് മാത്രം പോകണം, പൈസക്കാർക്കാരും ഉള്ളൻ കൊടുക്കില്ലാത്ത. അപ്പം അതുകൊണ്ടൊത്ത് ഇന്നത്തെ ഈ കളക്ഷനിൽ സോഷ്യൽ സർവീസും അതേപോലെ മെഡിക്കൽ ഫണ്ട് കളക്ഷനും നിങ്ങൾ എല്ലാവരും നല്ല പോലെ സഹായിക്കണം, നീട്ടിത് സഹായിക്കണം. കൈ നീട്ടി സഹായിക്കുന്നത് അത്ര പൊണ്ണി അള്ളാഹു മുട്ട നിങ്ങൾക്ക് അള്ളാഹു ഇപ്പോൾ സദക്കര പ്രാമുഖ്യത്തിൽ ചെന്ന് അതെല്ലാം നിങ്ങൾക്ക് ഇട്ടൊക്കെ പോട്ടു. അതേപോലെ റമദാൻ വിശേഷാക്കച്ചെന്ന ഒരു റമദാൻ്റെ ഒരു എഡിഷൻ ബുക്ക് വന്നത് നിങ്ങൾ കൂടെ എത്തിക്കല ഏതായെങ്കിലും എപ്പോൾ എത്തി നിങ്ങൾ എല്ലാവരും അതിലെടുത്തിട്ട് നല്ല ഇൻഫർമേഷൻ ഉള്ളതായ ഒരു ബുക്ക് എത്തിക്കുക മാഗസീൻ അതിൽ നിങ്ങൾ പർച്ചേസ് ആക്കും. ഉഷാറില്ലാത്ത ദ്വാരക്കെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉഷാറില്ലാത്തതായ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ്, അതേപോലെ ഇനൊരു 2 പേഷ്യന്റ്മാർക്ക് ദ്വാരക്കെ ചെന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ജണ്ടാലെ സീക്രയും ആയത്ര വേഗ ഷിഫാഉൻ ആജിൽ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഷിഫാഉൻ ആജിലും കാമിലുമായ ഷിഫ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ആക്കിയതായി റമദാൻ തിങ്കളത് ആക്കിയതായ പുണ്യകർമ്മത്തോ അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ തഖബ്ബൽ സിയാമന, അല്ലാഹുമ്മ തഖബ്ബൽ ഖിയാമന, അല്ലാഹുമ്മ തഖബ്ബൽ സദഖാതിന യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയ എത്രമാ സഹോദരന്മാരുള്ള ഞങ്ങളെ കബർ നീ വെളിച്ചായി കൊടുത്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. ഞങ്ങളെ ഫാമിലിയിലും പ്രവർത്തനങ്ങളിലും അള്ളാഹുരെ വിളിക്ക് പോയിട്ട് ബർസഖിയായ ജീവിതത്തിൽ ജീവിച്ചുള്ളതായ കബർ ജീവിതം ജീവിച്ചുള്ളതായ എത്രമാനങ്ങൾ ഉമ്മ പെങ്ങമാരുള്ള അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും കബർ ജീവിതത്തെ വെളിച്ചാക്കിയിട്ട് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഉഷാറില്ലാത്ത കിഡ്നി പേഷ്യൻസ്, വേറെ പോലത്തെ സീക്ക് ബാധിച്ച് രോഗിമാരുള്ള അള്ളാഹു ഞങ്ങളെല്ലാവരും സീക്കരെയും ആയത്ര ഷിഫാഉൻ ആജിലും കാമിലുമായ ഷിഫ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، دمر أعداءنا وأعداء الدين. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، والحمد لله رب العالمين.